സമാനതകളില്ലാത്ത വിമാന ദുരന്തത്തിന്റെ കാരണമറിയാൻ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യോമയാന മന്ത്രാലയം. ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ നിർണായകമായിരിക്കും. ബോയിംഗ് വിമാന കമ്പനിയിൽ നിന്ന് വിശദാംശങ്ങൾ തേടും. ബോയിംഗ് 787 വിമാനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. അന്വേഷണത്തിൽ അമേരിക്ക, യു കെ ഏജൻസികൾ ഇന്ത്യയുമായി സഹകരിക്കുന്നുണ്ട്. എയർ ഇന്ത്യ സിഇഒ അഹമ്മദാബാദിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. Sir, what about the black box? What went wrong? Any information from the black box received? No bites. അതേസമയം ദുരന്ത സ്ഥലത്ത് നിന്ന് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്ത് ATS ആണ് DVR കണ്ടെത്തിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരും. ഒപ്പം തന്നെ അച്യുതനും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം അജീഷ് ജയകുമാറിലേക്കാണ്. അജീഷ്, ഇതിൻ്റെ ഈ വലിയ ദുരന്തത്തിന് കാരണമായതെന്ത്, അപകടത്തിന് കാരണമായതെന്ത് എന്നത് കണ്ടെത്താനുള്ള പല തലങ്ങളിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന, അതിൽ ചില ഈ അപകടത്തിന് കാരണം എന്താണ് എന്നതിലേക്ക് വഴിവെക്കുന്ന തലത്തിലുള്ള ചില വസ്തുക്കൾ കണ്ടെത്തുന്നുണ്ട്. ഇതിൻ്റെ അന്വേഷണം ഇനിയുള്ള അതിൻ്റെ സ്വഭാവം ഏത് തരത്തിലായിരിക്കും അജീഷ് ജയകുമാർ? രജിത്തെ, എന്തായാലും ഈ അന്വേഷണത്തിൽ നിർണായകമായ ഒരു എവിഡൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് DVR കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന്റെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ, അത് ഗുജറാത്ത് ATS നടത്തിയ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു വസ്തു കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇതിനകത്തുള്ള ഡേറ്റാസ് അത് വീണ്ടെടുക്കേണ്ടതുണ്ട്. അത് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സംഘങ്ങൾക്ക് ഇത് കൈമാറും. അവരാണ് ഇതിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തുക. അവരുടെ ലാബിൽ കൊണ്ടുപോയിട്ടായിരിക്കും ഇതിനകത്തുള്ള ഡേറ്റകൾ അത് വിലയിരുത്തുക. അതിന്റെ ഫലം എപ്പോൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് ഇതുവരെയ്ക്കും പറയാൻ സാധിക്കില്ല. കാരണം അത് ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ എടുത്തേക്കാം. നേരത്തെ ബ്ലാക്ക് ബോക്സിന്റെ ഒരു ഭാഗവും കണ്ടെത്തിയിരുന്നു. ഇനി മറ്റൊരു ഭാഗം, ഇതിന്റെ മുൻഭാഗത്തെ അതിന്റെ ഒരു ഉപകരണം കൂടി, ഒരു ബ്ലാക്ക് ബോക്സ് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതുകൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ കാരണങ്ങൾ, ഇതിലെ എന്തൊക്കെ അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻസ് ഈ വിമാനത്തിനകത്ത് ഈ ടേക്ക് ഓഫിനും ഈ അപകടത്തിനും ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. എങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. എന്ത് കാരണം കൊണ്ടാണ് ഈ വിമാനം തകർന്നത് എന്നതിനുള്ള കാരണം കണ്ടെത്താൻ സാധിക്കും. നിലവിൽ അമേരിക്കയിൽ നിന്നും UK നിന്നും അടക്കമുള്ള ഈ വിമാന കമ്പനികളുടെ എഞ്ചിനീയർമാരടങ്ങുന്ന വിദഗ്ധ സംഘം, അവരുടെ ബ്രിട്ടനിൽ നിന്നടക്കമുള്ള വിദഗ്ധ സംഘം ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അവർ ഇന്നു തന്നെ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ DGCയുടെയും ഒപ്പം തന്നെ ഏവിയേഷൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയും സംഘങ്ങൾ ഇപ്പോൾ തന്നെ അവർ ഈ സ്ഥലത്തുണ്ട്. അവരവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പരമാവധി അവശിഷ്ടങ്ങൾ വിമാനത്തിൽ നിന്ന് അത് കണ്ടെത്താനാണ് അവർ ശ്രമം നടത്തുന്നത്. അങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന തെളിവുകളെല്ലാം കൂടി അവർ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു അന്തിമ നിഗമനത്തിലേക്ക്, അന്തിമ വിലയിരുത്തലിലേക്ക് എത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിബിൾ ആയിട്ടുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച് ഈ വിമാനം തകരാറുണ്ടായ കാരണം കണ്ടെത്തുമെന്ന് വ്യോമയാന മന്ത്രിയും പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു കാര്യം, ഇപ്പോൾ DVR കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിർണായകമായ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിദഗ്ധരും അങ്ങനെയാണ് കരുതുന്നത്. എന്തായാലും അത് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സംഘങ്ങൾക്ക് കൈമാറിക്കഴിഞ്ഞു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. അന്വേഷണത്തിന് അമേരിക്ക, UK ഏജൻസികളുടെ സഹായമൊക്കെ ലഭ്യമാവുന്നുണ്ട്. അവരുടെ വിദഗ്ധ സംഘം കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ അത് നിർണായകമായിരിക്കും. അതിൽ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ട ഒരു ജാഗ്രതയും ചില നടപടികളും രാജ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്.